വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ള നമ്മളുടെ ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. നമ്മളുടെ ഒരു അനാലിസിസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ തന്നെയായിരിക്കണം മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് മാത്രമായിരിക്കണം. കറക്റ്റ് SL ഒക്കെ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെയും ഇന്നലത്തെയും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഓവറോൾ ഗോൾഡിൻ്റെ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെയും മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഓൾമോസ്റ്റ് വന്നിരിക്കുന്ന ആ സെൽ ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഏകദേശം 4423 വരെയാണ് മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നത്. 4428 നിന്ന് നമുക്ക് നല്ലൊരു ബൈ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4424, 25 ആ ഒരു റേഞ്ചിൽ നിന്ന് നല്ലൊരു ബൈ മൂവ്മെൻറ്റ് വന്നിട്ട് ഏകദേശം 4466, 68 റേഞ്ച് വരെ മാർക്കറ്റ് ബൈയിലേക്ക് പോയിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയതിനു ശേഷം 4460 വരെ പോയിട്ട് വീണ്ടും ഡൗണിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ റിജക്ഷൻസ് കിട്ടിയിട്ടുള്ളത് 4459, 56, 50 റേഞ്ചുകളിൽ നിന്നൊക്കെയാണ് ഏറ്റവും വലിയ റിജക്ഷൻസ് വന്നിട്ട് ഇന്നത്തെ ഒരു ലോ ഈ ഒരു മൊമെൻറ്റ് വരെ, ഈ ഒരു മോർണിംഗ് ടൈം വരെ വന്നിട്ടുള്ളത് 4433, 34 റേഞ്ചിൽ വരെയാണ് ഒരു ലോ ലെവൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും കാണിക്കുന്നത് പോലും മാർക്കറ്റ് ഒരു സെൽ ഡയറക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ 4436, 38 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പം ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഡൗൺ ആവുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ 4423 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ഇനി അതല്ല, ആ സപ്പോർട്ട് ലെവലിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ ആകുന്നതെങ്കിൽ 4412, 4408 റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാനുള്ള വളരെ വലിയ സാധ്യതകളുണ്ട്. ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. അതായത് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഏരിയകളാണ്. ഇനി അതിനെയും ബ്രേക്ക്, അവിടെ നിന്ന് എന്തായാലും ഒരു ബൈ മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാവാറുണ്ട്. നോർമലി അതൊരു ഹൈ സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് ബൈ ഓർഡേഴ്സ് ഒരുപാട് അവിടെ ഉണ്ടാകും. അതിനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവുകയാണ് എന്നുണ്ടെങ്കിൽ 4385, 90, 95 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോവുക. അവിടെ നിന്ന് ഒരു വലിയൊരു ബൈ മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതകളുമുണ്ട്. ഇതൊക്കെ നമ്മളൊരു സാധ്യതയായിട്ടാണ്. കാരണം ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയൊക്കെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ്, അതായത് സ്കാൽപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ലോങ് റൺ ചെയ്യുന്ന ആളുകൾക്കാണ് രാവിലെ തൊട്ട് നമ്മൾ സെല്ലെടുത്ത് നമ്മൾ ലോങ് അതൊരു ഇൻട്രാഡേ ട്രേഡിംഗ് ലെവലിലേക്ക് ഒരു ഹൈ പ്രോഫിറ്റിലേക്ക് പോവുക. അതിനുള്ളിൽ തന്നെ നമുക്ക് സെൽ എൻട്രികളും ബൈ എൻട്രികളും ഈ രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മാർക്കറ്റ് ഈ 4436, 38 നിന്ന് മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് വരാനുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4452, 54, 56, 58, 60 ഏറ്റവും ഹൈ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവുക. പിന്നെ അതിന് മിഡിലായിട്ട് വരുന്ന റെസിസ്റ്റൻസ് 4448, 50 റേഞ്ചുകളിൽ നിന്നുമൊക്കെ ഒരു ഡൗൺ ആകാനുള്ള സാധ്യതകളുണ്ട്. 4468 മുകളിലേക്ക് മാർക്കറ്റ് ക്രോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വീണ്ടും വലിയൊരു ബൈയിലേക്ക് 4470, 80 ആ ഒരു റേഞ്ചിലേക്ക് വീണ്ടും പോകാനുള്ള ബൈയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു 9 മണി 9:30 വരെയുള്ള നമ്മളുടെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം. ഈവനിങ് ടൈം മാർക്കറ്റ് എൻ്റർലി ചിലപ്പോൾ ഡിഫറെൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഈ ഒരു പ്രൈസ് പോയിന്റുകളൊക്കെ വലിയ വലിയ റിയാക്ഷൻസ് തരുന്ന പോയിന്റുകളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സെൽ എൻട്രികളും ബൈ എൻട്രികളും ഒക്കെ ലിമിറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പ്രോഫിറ്റുകൾ ഒരു 100 പിപ്സ് ഒക്കെ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകളുള്ള ഏരിയകളാണ്. പക്ഷെ എപ്പോഴും എന്നിരുന്നാലും നമ്മൾ ഓരോ നിമിഷം, അതായത് ഓരോ സമയം മാറും തോറും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ചായിരിക്കും മാർക്കറ്റിന് എപ്പോഴും ഒരു മൂവ്മെൻറ്റ്, ആ ഒരു സൈഡിലേക്കായിരിക്കും മൂവ്മെൻറ്റിന് സാധ്യതയുള്ളത്. പക്ഷെ അതിനുള്ളിൽ തന്നെ നമുക്ക് സെല്ലും ബൈയും ഒക്കെ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. പക്ഷെ കറക്റ്റ് നോക്കി കറക്റ്റ് SLും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സാധാരണ ഗോൾഡിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, ഗോൾഡിൽ കാണുന്നതാണ് 5 പോയിന്റ്, 10 പോയിന്റ്, 15 പോയിന്റ് SL വെക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. 10 പോയിന്റ് വെച്ചാൽ SL ഹിറ്റാവില്ല, 15 പോയിന്റ് വെച്ചാൽ SL ഹിറ്റാവില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പല വീഡിയോകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മൾ SL വെക്കുന്നത്. നമ്മളുടെ സ്ട്രാറ്റജി എന്താണോ അതിന് 5 SL അത് വെക്കുക, 10 SL അത് വെക്കുക, 25 SL അത് വെക്കുക. നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടാണ് SL വരിക. അല്ലാതെ ഗോൾഡിൽ നമ്മൾ 5 പോയിന്റ് വെച്ചാൽ ഹിറ്റാവും, 10 പോയിന്റ് വെച്ചാൽ ഹിറ്റാവില്ല, 15 പോയിന്റ് വെച്ചാൽ ഹിറ്റാവില്ല, 15 പോയിന്റ് വെച്ചാൽ 500 പിപ്സ് പിടിക്കാം. ഇങ്ങനെയുള്ള രീതിയിലുള്ള തെറ്റായ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടുള്ള, നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, ഓരോ
സ്ട്രാറ്റജിക്കും അതിൻ്റേതായ SL ഉണ്ടായിരിക്കും. ആ SL കറക്റ്റ് വെച്ചാൽ മാത്രമാണ് ഓരോ സ്ട്രാറ്റജിയും പെർഫെക്റ്റ്ലി വർക്ക് ആകുക എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് SLും കാര്യങ്ങളും വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ മാർക്കറ്റ് ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ലഭിക്കും. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്